റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരത്തോട് സഹകരിക്കാതെ ഒരു വിഭാഗം വ്യാപാരികൾ. സംസ്ഥാനത്ത് 100-ലധികം റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 20-ലധികം കടകൾ തുറന്നു. സമരം മൂലം ഒരു കുടുംബത്തിനും റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് മന്ത്രി GR അനിൽ ഉറപ്പ് നൽകിയിരുന്നു. വിജിൻ വായന്തോടെ ചേരുകയാണ്. വിജിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ ഉറപ്പുണ്ടായിട്ട് ഒരു വിഭാഗം സമരത്തിലേക്ക് കടക്കുന്നു. പക്ഷേ ആ സമരത്തോട് സഹകരിക്കാതെ മറ്റൊരു വിഭാഗം നിൽക്കുന്ന സാഹചര്യം എന്താണ് തിരുവനന്തപുരത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്? റേഷൻ ഉടമകൾ വ്യാപാരികൾ സമരം ആരംഭിക്കും മുമ്പ് തന്നെ സമരം അവസാനിപ്പിക്കണമെന്ന നിരവധി തവണ മന്ത്രിമാരായ GR അനിലും ഒപ്പം തന്നെ ധനമന്ത്രി KN ബാലഗോപാലും പലതവണ അവരോട് ചർച്ച നടത്തി തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് കേന്ദ്ര സർക്കാർ കൂടി പരിഗണിച്ച് നടപ്പിലാക്കേണ്ടവയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന കാര്യവും മറ്റ് ആവശ്യങ്ങൾ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന അറിയിപ്പും ഒക്കെ ഇവർക്ക് നൽകിയതാണ്. പക്ഷേ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു റേഷൻ കട ഉടമകൾ തീരുമാനിച്ചു, സംഘടനകൾ തീരുമാനിച്ചു. ഇതിലാണ് ഇപ്പോൾ ഒരു ഭിന്നത പ്രകടമാകുന്നത്. സമരത്തോട് ചില വ്യാപാരികൾ സഹകരിക്കുന്നില്ല. കടകൾ തുറന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് 100-ലധികം കടകൾ നിലവിൽ തുറന്നതിന്റെ കണക്കുകളാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും 22ഓളം കടകളാണ് തിരുവനന്തപുരത്ത് മാത്രം തുറന്നിട്ടുള്ളത്. കാസർഗോഡ് 18ഉം കൊല്ലത്ത് 12ഉം ഷോപ്പുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. കോഴിക്കോട് 15 ഷോപ്പുകളും തുറന്നിട്ടുണ്ട്. ഇങ്ങനെ വ്യാപാരികൾക്കിടയിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ മന്ത്രി GR അനിൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. ഏതു തരത്തിലും റേഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന മുന്നറിയിപ്പും ഭക്ഷ്യമന്ത്രി തന്നെ നിലവിൽ നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ റേഷൻ എത്തിച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ളവ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ റേഷൻ ജനങ്ങളിലേക്ക് എത്താത്തൊരു സാഹചര്യം വന്നാൽ അത് തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കും എന്നതാണ് ഭക്ഷ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് നടപടികളും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും സർക്കാർ നൽകുന്നുണ്ട്. റേഷൻ വ്യാപാരികൾ എത്രയും പെട്ടെന്ന് സമരത്തിൽ നിന്ന് പിന്മാറണം. അവർ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന കാര്യം തന്നെയാണ് ഇന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ആതിര, എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉറപ്പുണ്ടായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് കടന്നത്. ഈ ഒരു വിഭാഗം മാറി നിൽക്കുമെന്നോ അല്ലെങ്കിൽ ഒരു വിഭാഗം ഇത്തരത്തിൽ കടകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊരു കാര്യം കൂടിയല്ലേ വിജയ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ സംഘടനകളിലെ വ്യാപാരികൾക്ക് ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക് ഒരു സമരത്തിന് ഇറങ്ങരുത് എന്ന അഭിപ്രായമാണ് അവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെയാണ് ഇങ്ങനെ പൂർണ്ണമായും റേഷൻ കടകൾ അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരുപറ്റം വ്യാപാരികളും സംഘടനകളും കടന്നത്. എന്തായാലും ഇന്നു മുതൽ സമരം ആരംഭിച്ചിട്ടുണ്ട്. 8 മണി മുതൽ റേഷൻ കടകൾ തുറക്കേണ്ടതാണ്. അതിലാണ് ഇപ്പോൾ 100-ലധികം കടകൾ നിലവിൽ സംസ്ഥാനത്ത് തുറന്ന് പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവർ ഇപ്പോഴും സമരത്തിൽ തന്നെയാണ്. അല്പസമയത്തിനകം അവർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുമുണ്ട്. എന്തായാലും മന്ത്രി ഇന്ന് രാവിലെയും വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന വിഷയമല്ല. അത് കേന്ദ്ര സർക്കാരിന്റെ കൂടി പരിഗണനയിലുള്ള വിഷയങ്ങളാണ്. കേന്ദ്ര സർക്കാർ നടപടികൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലൊക്കെ അത്തരം നടപടികളിലേക്ക് കടക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഒക്കെ പരിഗണിക്കേണ്ടത് തന്നെയാണ് എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പൂർണ്ണമായും ജനങ്ങളെ ഒരു ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരം എന്തിനാണ് എന്ന ചോദ്യമാണ് ഈ പറയുന്ന കടകൾ തുറന്നിട്ടുള്ള വ്യാപാരികൾ ചോദിക്കുന്നത്. അങ്ങനെ തുറന്ന് പ്രവർത്തിക്കാതിരുന്നാലുള്ള നഷ്ടം ഉൾപ്പെടെയുണ്ട്. കാരണം ഈ മസ്റ്ററിംഗ് സംവിധാനത്തിലൂടെ ഓരോ മാസവും ഇത്ര തീയതിക്ക് മുമ്പ് അരിയൊക്കെ ലഭ്യമാക്കേണ്ടതുണ്ട്. അതിന് അടുത്ത ഫെബ്രുവരി മാസം വരെ 10-ാം തീയതി വരെ സമയം നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ. ജനങ്ങൾക്ക് അരി വാങ്ങാനുള്ള സാഹചര്യം ഒരുക്കാനാണ് അത്തരത്തിൽ സമരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അരി വാങ്ങാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് തീയതികൾ കൂടി നീട്ടി നൽകിയിട്ടുള്ളത്. ഇങ്ങനെ സർക്കാരിനെ ഒരു സമ്മർദ്ദത്തിലാക്കുന്ന നീക്കം പൂർണ്ണമായും വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ഈ സംഘടനകൾക്ക് അകത്തുനിന്നും ഒപ്പം തന്നെ ചെറുകിട വ്യാപാരികൾക്ക് ഇവരുടെ ഭാഗത്തു നിന്നും ഒക്കെ നാട്ടിൻപുറത്തും അതുപോലെ തന്നെ നഗരങ്ങളിലും ഒക്കെയുള്ള ചില വ്യാപാരികളാണ് ഈ കട അടച്ചു
മാനിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് തങ്ങളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ കട തുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അഭിപ്രായ വ്യത്യാസം സംഘടനകൾക്കിടയിൽ തന്നെ പ്രകടമാണ്. അവർ ഈ മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്ത് വരും ദിവസങ്ങളിൽ സമരം അവസാനിപ്പിക്കുമോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ മന്ത്രിയും ഉദ്യോഗസ്ഥരും ഒക്കെ നിലവിലെ സാഹചര്യം വിലയിരുത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക സമരവുമായി ബന്ധപ്പെട്ട്. ശരി, വിജിൻ വായന്തോടാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.